ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഈ പാരറ്റ്സിനെ 10 days ആയിട്ടോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ ഏകദേശം അഡ്ജസ്റ്റായി. ഇതിൽ ഏതാ മെയിൽ ഫീമെയിൽ എന്നൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഫീമെയിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങളിവിടെ ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഇപ്പോൾ ഹലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തിരിച്ച് പറയണില്ല. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മാറി ഇപ്പോൾ റൂമിലൊക്കെ പോയിരിക്കുമ്പോൾ ഇതിവിടെ ഇരുന്ന് പല ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നേ. അപ്പോൾ സെൻറ്റൻസൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല. സെൻറ്റൻസ് ഒന്നും നമ്മുടെ കൂടെ ആകെ ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. പക്ഷേ ഹലോ എന്ന് പറയണത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പേരാന്ന് തോന്നുന്നുണ്ട്, നീതു ആണോ അതോ മനു ആണാവോ വിളിക്കുന്നത്, ഏതോ പേര് വിളിക്കുന്നുണ്ട്. ഫീമെയിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നീങ്ങുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. വലിയ സെൻറ്റൻസൊക്കെ പറയണത് ശരിക്കും ഒരു ഇത്തിരി റഫായിട്ടുള്ളൊരു ശബ്ദത്തിൽ, ഒരാണ് നിന്ന് സംസാരിക്കണ പോലത്തെ ശബ്ദത്തിൽ നിന്ന് പറയണുണ്ട്. അത് അത്രയും ക്ലിയർ ആവണില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അത് കിട്ടണില്ല. പിന്നെ ഇവരുടെ ആക്ഷൻസും അതെ, ഫീമെയിലിൻ്റെ ആക്ഷൻ നമുക്ക് അത്യാവശ്യം നമുക്ക് പിന്നെയും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മെയില് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും താഴേക്ക് ഇറങ്ങണമെന്നില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഇപ്പോൾ ഫീമെയിൽ കണ്ടില്ല, എൻ്റെ അടുത്ത് വന്ന് നിന്നു. ഇത് നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയാണ് കൂട് ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചു തരാവേ. പിന്നെ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവർ ഏതാണ് മെയില് ഫീമെയിൽ എന്താണെന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ബേർഡ്സിനെ വളർത്തുന്നുണ്ട്, അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്താൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഈ കമ്പിമ പിടിച്ചിരിക്കുന്നതാണ് ഫീമെയിൽ, ആ മരക്കൊമ്പും ഇരിക്കുന്നതാണ് മെയിൽ കേട്ടോ. മെയിലിന് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് ഗ്രേ ആയിരിക്കും, ഗ്രേ കളറ് കുറച്ച് കൂടുതലുള്ളതാണ് മെയിൽ. വലിപ്പ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് മെയിൽ ഒരു ചെറിയ രീതിയിലൊരു വലിപ്പം കൂടുതലുണ്ട്, അത് നമുക്ക് അടുത്ത് വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുപോലെ ഡാർക്ക് ഗ്രേ ആയിരിക്കുന്നതാണ് മെയിൽ കേട്ടോ. ഫീമെയിൽ നമ്മുടെ അടുത്ത് നന്നായി ഇണങ്ങിയിട്ടുണ്ട്. ഈ കളറിൻ്റെ വ്യത്യാസം അത് നമ്മൾ അടുത്ത് വന്ന് നോക്കിയാൽ തന്നെയാണ് ശരിക്കും മനസ്സിലാവേണ്ടത് കേട്ടോ. ഇത്തിരി ഗ്രേ കളർ കൂടുതൽ മെയിലിനുണ്ട്. അതൊട്ടും താഴേക്ക് ഇറങ്ങണമൊന്നുമില്ല. ഫീമെയിലാണ് ഞങ്ങളുടെ അടുത്തൊക്കെ വരണത്. ഇപ്പോൾ ഈ പിള്ളേർ ഫീമെയിൽ സൺഫ്ലവർ സീഡൊക്കെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് കഴിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കും. പിന്നെ ഈ ബേർഡ്സ് നന്നായി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പലതരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. അതായത് കുയിലിൻ്റെ ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ കോഴിക്കുഞ്ഞിൻ്റെ പോലത്തെ, അങ്ങനെ പല പല സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ നേരത്ത് ഓരോ ശബ്ദമാണ്. ഇതാ നമ്മൾ വാക്വം ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ, അതായത് അതിൻ്റെ അടിയിലത്തെ ട്രേ എടുത്ത് മാറ്റിയതിന് ശേഷം തൂവലൊക്കെ നന്നായി ചുമരുമലൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, പിന്നെ ചെറിയ പൊടി ഉണ്ടായിരിക്കും ഈ തൂവലിൻ്റെ. അപ്പോൾ വാക്വം ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ കൂടുമ്പലത്തെ തൂവലുകൾ അത് എടുക്കാറുണ്ട്. ഡെയിലി ഈ ട്രേ മാറ്റി ക്ലീൻ ചെയ്യും. വാക്വം ക്ലീനർ വെച്ച് ചെയ്യണത് ഓരോ ദിവസം ഇടവിട്ടിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ എത്തുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ആ കൂടുമെന്നുള്ള തൂവലൊന്നും അല്ലാണ്ട് പോവില്ല. പിന്നെ നമ്മൾ ബ്രഷൊക്കെ ഇട്ട് അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ബേർഡ്സിന് പേടിയാവും. ഇതന്നെ ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ ക്ലീൻ ചെയ്യണമല്ലോ, കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ബേർഡ്സിൻ്റെ പൊടിയും അത് നമ്മൾ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവും ചെറുതായിട്ട്. ഇത് വെച്ചിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ കുറേ പൊടിയൊക്കെ പോവും കേട്ടോ, നന്നായി ക്ലീനായിട്ട് കിട്ടും. അത് ആ മെഷീൻ കൂടുമ്പയ്ക്ക് കൊണ്ടുവരുമ്പോൾ ബേർഡ്സ് പേടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവരിങ്ങനെ ആകെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ കൂടിരിക്കണ ഭാഗത്തെ വോളും എല്ലാം ഒന്ന് മെഷീൻ വെച്ച് നന്നായി ക്ലീൻ ചെയ്യും. ഈ വോളുമലൊക്കെ ചെറിയ രീതിയിൽ പൊടി പിടിച്ചിരിക്കും കേട്ടോ. ഈ തൂവലിൻ്റെ ഇതായിട്ടുള്ള ചെറിയ പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടന്നോളും. താഴെ എന്നിട്ട് ഒന്ന് ഫ്ലോർ തുടച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. കൂടിൻ്റെ അടിയിൽ ട്രേയും വെച്ച് കൊടുത്തു. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.